യൂണിയൻ ജീവനക്കാർ 6 മണിക്കൂർ തടഞ്ഞുവെച്ച് ജോലി തടസ്സപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുമായി കോഴിക്കോട് എ.ഡി.എം. സി മുഹമ്മദ് റഫീഖ് നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് മൊഴി രേഖപ്പെടുത്തി. ഉടൻ കേസെടുക്കും. ആഞ്ഞടിഞ്ഞ് 3 പേർ മരിച്ച കൊയിലാണ്ടിയിലെ ഉപരോധത്തെ തുടർന്ന് വിവരങ്ങളുമായി രാഹുൽ സുരേഷ് കോഴിക്കോട്. രാഹുൽ, എന്തിനായിരുന്നു ഈ പ്രതിഷേധം? ഏത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എ.ഡി.എമ്മിനെ തടഞ്ഞത്? സുഹൈൽ, കോഴിക്കോട് ജില്ലയിലെ 8 റവന്യൂ ജീവനക്കാരെ ചുമതലയിൽ നിന്നും താൽക്കാലികമായി മാറ്റിയിരുന്നു. ഇതിനെതിരെയാണ് NGO യൂണിയന്റെ നേതൃത്വത്തിൽ 13-ാം തീയതി ഒരു പ്രതിഷേധമുണ്ടായത്. അത് 2 പ്രതിഷേധമുണ്ടായി. ഒന്ന് 13-ാം തീയതി രാവിലെയും മറ്റൊന്ന് 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. ഇങ്ങനെ 6 മണിക്കൂർ തന്നെ തടഞ്ഞു വെച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. അതുമാത്രമല്ല, NGO യൂണിയൻ നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ നടക്കാവ് പോലീസിന് അദ്ദേഹം പരാതി നൽകിയത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ കോഴിക്കോട് ADMന്റെ മൊഴി രേഖപ്പെടുത്തി നടക്കാവ് പോലീസ്. അല്പസമയത്തിനുള്ളിൽ കേസെടുക്കുമെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊയിലാണ്ടിയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിഷേധം നടന്ന അന്ന് വൈകുന്നേരമാണ് ആനയടഞ്ഞ് 3 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ADMനെ ഈ വിവരം അറിയിക്കുമ്പോഴും ഇവിടെ പ്രതിഷേധം നടക്കുന്നതിനാൽ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ നടക്കാവ് പോലീസ് കേസെടുക്കുകയും ചെയ്യും. സുഹൈൽ, ചുമതല മാറ്റി നിയമിച്ചെന്നാരോപിച്ച് NGO യൂണിയൻ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ADMന് കൃത്യമായി എത്തേണ്ടവരിടത്ത് എത്താൻ സാധിച്ചില്ല. ഇതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ADM NGO യൂണിയൻ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. രാഹുലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.